വഴുതന കൃഷി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ. നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ. വേരുപചാരം. 4 പ്രായമായ വഴുതന തൈകൾ തടങ്ങളിലേക്ക് മാറ്റിനടാം. നടുന്നതിന് മുൻപ് തൈകളുടെ വേരുകൾ അരമണിക്കൂർ സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കിവെക്കുന്നത് രോഗപ്രതിരോധശേഷി കൂട്ടാൻ സഹായിക്കും. അകലം. തൈകൾ നടുമ്പോൾ വരികൾ തമ്മിൽ 1 അടിയും ചെടികൾ തമ്മിൽ 2 അടിയും അകലം പാലിക്കണം. വളപ്രയോഗം. അടിവളമായി നൽകുന്നതിനു പുറമെ 2 ആഴ്ചയിലൊരിക്കൽ സ്യൂഡോമോണാസ് ലായനി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. നടിയിൽ കഴിഞ്ഞ് 20 ദിവസത്തിനുശേഷം അല്പം പൊടിച്ച ജൈവവളം ചുവട്ടിൽ ചേർക്കാവുന്നതാണ്. പ്രധാന രോഗങ്ങളും കീടങ്ങളും. പ്രതിവിധികൾ. വഴുതനയെ പ്രധാനമായും ബാധിക്കുന്നത് കായ്തുരപ്പൻ പുഴു, ഇലപ്പുള്ളി രോഗം, ചിത്രകീടം, വെള്ളീച്ച എന്നിവയുടെ ആക്രമണമാണ്. കായ്തുരപ്പൻ പുഴു. മറ്റ് കീടങ്ങൾ. 20 മില്ലി വേപ്പെണ്ണയും വെളുത്തുള്ളി നീരും അല്ലെങ്കിൽ സോപ്പ് ലായനി ചേർത്ത് ഇളക്കിയത് 1 ലിറ്റർ വെള്ളത്തിൽ നന്നായി കലർത്തി വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം തയ്യാറാക്കുക. ഇത് ചെടികളിൽ തളിക്കുന്നത് പുഴുക്കളുടെയും മറ്റ് കീടങ്ങളുടെയും ആക്രമണം തടയാൻ സഹായിക്കും. വെള്ളീച്ച ശല്യം. വെള്ളീച്ചയുടെ ശല്യം ഒഴിവാക്കാൻ കഞ്ഞിശീരകം, പുളിപ്പിച്ച കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സാധാരണ കഞ്ഞിവെള്ളം നേർപ്പിച്ചു തളിക്കുന്നത് ഫലപ്രദമാണ്. കൂടാതെ ശത്രുകീടങ്ങളെ ആകർഷിക്കുന്ന മഞ്ഞക്കണികൾ തോട്ടത്തിൽ സ്ഥാപിക്കുന്നതും കീടനിയന്ത്രണത്തിന് നല്ലതാണ്. ബാക്ടീരിയൽ വാട്ടം. ബാക്ടീരിയൽ വിൽറ്റ്. ഇലകൾ പെട്ടെന്ന് വാടിച്ചുരുണ്ട് ചെടി മുഴുവനായി ഉണങ്ങിപ്പോകുന്നതാണ് ബാക്ടീരിയൽ വാട്ടത്തിന്റെ ലക്ഷണം. രോഗം ബാധിച്ച ചെടിയുടെ തണ്ട് മുറിച്ചു നോക്കിയാൽ ഉള്ളിൽ തവിട്ട് നിറത്തിലുള്ള വ്യത്യാസം കാണാം. രോഗം വരാതിരിക്കാൻ മുൻകരുതലായി സ്യൂഡോമോണാസ് കൃത്യമായി പ്രയോഗിക്കുക. രോഗം ബാധിച്ച ചെടികൾ വേരോടെ പിഴുതുമാറ്റി നശിപ്പിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.